Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn the fourth chapter. The title of our chapter that is Our Government. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പേജിൽ 3 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വം ആ ചിത്രങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. Which are the 3 pictures? Please observe that figures. First figure that is the Parliament building. The first one that is Parliament building which represent the legislature. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെന്റ് മന്ദിരമാണ് അത്. That means parliament sessions are held in this place. Then what is the second picture? Please observe. The second picture represent the executive and that is the official residence of Indian president. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രണ്ടാമത്തെ ചിത്രം. അത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്, നിയമ നിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ്. What is the third picture? Third one that is the Supreme Court complex which represent Indian judiciary. Then ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിന്റെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതി സമുച്ചയമാണ് മൂന്നാമത്തെ ചിത്രം. From this we realize that our government has 3 organs, namely legislature, executive and judiciary. ചെറിയ ക്ലാസ്സിലെ ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ ഗവൺമെന്റിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ലെജിസ്ലേച്ചർ, സെക്കൻഡ് എക്സിക്യൂട്ടീവ്, തേർഡ് വൺ that is judiciary. Legislature, what is the function of legislature? They makes law. നിയമം നിർമ്മിക്കുക എന്നതാണ് നിയമനിർമ്മാണ സഭയുടെ ചുമതല. സെക്കൻഡ് ടോപ്പിക് that is executive, കാര്യനിർവഹണ വിഭാഗം. They want to implement the law. നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ നിയമങ്ങളെ നടപ്പിലാക്കേണ്ടതാരാണ്? എക്സിക്യൂട്ടീവ്. തേർഡ് വൺ that is judiciary. Judiciary interprets the law. Interprets the law എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ വ്യാഖ്യാനിക്കുക. One chart is there in your textbook. Please observe. Then ആരൊക്കെയാണ് ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഉൾപ്പെടുന്നത് എന്നാണ് ഈ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. First topic that is legislature. Legislature consists of president, ലോകസഭ and രാജ്യസഭ. ലെജിസ്ലേച്ചറിൽ ഉൾപ്പെടുന്നത് പ്രസിഡന്റും ലോകസഭയും രാജ്യസഭയും. എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ് ഉള്ളത്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബ്യൂറോക്രസി. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ബ്യൂറോക്രസി ഉദ്യോഗസ്ഥരുമാണ് ഉൾപ്പെടുന്നത്. ജുഡീഷ്യറി ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട കോടതികൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. സുപ്രീം കോർട്ട്, ഏറ്റവും പരമോന്നത കോടതി സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, മുനിസിപ്പൽ കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്. Next our important topic that is legislation in India. നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ എന്നതാണ് നമ്മളുടെ ടോപ്പിക്. നമുക്ക് നോക്കാം. The legislature in India is known as parliament. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് പാർലമെന്റ്. ഇനി ആരൊക്കെയാണ് പാർലമെന്റിലുള്ളത്? ഒരു ചോദ്യമായിരുന്നു ഇത്. കഴിഞ്ഞ വർഷത്തെ എക്സാമില് 1 വേർഡ് ആയിരുന്നു. ശ്രദ്ധിക്കുക. പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് president and the 2 houses namely രാജ്യസഭ and ലോകസഭ. പ്രസിഡന്റും രാജ്യസഭയും ലോകസഭയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. What is this Rajya and Lok Sabha? Listen carefully. Rajya Sabha is known as the upper house. Lok Sabha is known as lower house. Since it has 2 houses, it is known as bicameral legislature. That means our parliament has 2 houses. That's why this is known as bicameral legislature. എന്ന് വെച്ചാൽ രാജ്യസഭ എന്ന ഉപരിസഭയും ലോകസഭ എന്ന അധോസഭയും ചേർന്നതാണ് നമ്മളുടെ പാർലമെന്റ്. ഇത്തരം 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളുടെ പാർലമെന്റിന്, നമ്മളുടെ ഏതെങ്കിലും ഒരു പാർലമെന്റിന് ഒരൊറ്റ സഭയെ ഉള്ളുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? എനി ഐഡിയ? That is known as unicameral legislature.
അതിനെ വിളിക്കുന്ന പേര് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ യൂണികാമറൽ ലെജിസ്ലേച്ചർ എന്നാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് രാജ്യസഭ ആൻഡ് ലോകസഭ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള 5 മാർക്കിന്റെ ചോദ്യമാണ്. ഏതെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം, രാജ്യസഭയുടെ ഫീച്ചർ അല്ലെങ്കിൽ ലോകസഭയുടെ ഫീച്ചർ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് രാജ്യസഭ. One flow chart is there in your textbook, please observe. Then 238 elected members are there in രാജ്യസഭ. രാജ്യസഭയിൽ 238 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. 12 nominated members. ആരാണ് അവരെ നോമിനേറ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് 12 members to രാജ്യസഭ. അതെങ്ങനെയാ തെരഞ്ഞെടുക്കുന്നത്? സ്പോർട്സ്, ആർട്സ് മുതലായവയിലെല്ലാം പ്രാഗൽഭ്യം നേടിയ ആളുകളെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രയായി മെമ്പർഷിപ്പ്? 238 plus 12. You realize that is 250. Then രാജ്യസഭ known as Council of States. Then സംസ്ഥാനങ്ങളുടെ സഭ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. Then it is a permanent house. എന്ന് വെച്ചാല് രാജ്യസഭ ഡിസോൾവ് ചെയ്യില്ല, പിരിച്ചുവിടപ്പെടുന്നില്ല രാജ്യസഭ എന്നതാണ്. ഒരു രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. നമുക്കറിയാം 250 അംഗങ്ങളുണ്ട്. ഇതിൽ 2 വിഭാഗം ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് സ്ഥിരം സഭയാണ് എന്ന് പറയുന്നത്. ഇനി ആരാ രാജ്യസഭ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്? Then the vice president presided over the രാജ്യസഭ സെഷൻസ്. വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ ലോകസഭയിലേക്ക് പോവാണ്. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ പിക്ചർ കാണുന്ന സമയത്ത് രാജ്യസഭയിലെ കാർപ്പറ്റിന്റെ കളർ റെഡ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിലുള്ള വ്യത്യാസം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാട്ടോ. ഇനി ലോകസഭയാണ്. ലോകസഭ 543 directly elected members are there plus 2 nominated members. പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളും എവിടെയുണ്ട്? ലോകസഭയിലുണ്ട്. അപ്പൊ എത്രയായി ടോട്ടൽ മെമ്പർഷിപ്പ്? 543 plus 2. You realize that what is that? 545. Known as House of Representative. ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്, MLA-മാരാണ് അവിടെയുള്ളത്. Elected for a term of 5 years. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. Presided over by Speaker. ആരാണ് ലോകസഭയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു സംശയവുമില്ല, ലോകസഭ സ്പീക്കർ. Listen carefully. One important topic is that our President of India is not a member of Indian Parliament. എടാ, ഇന്ത്യയുടെ പ്രസിഡന്റ് പാർലമെന്റിൽ അംഗമല്ലാത്രേ. പിന്നെ എങ്ങനെയാ? Then listen, but he is considered as an integral part of Indian Parliament. പ്രസിഡന്റ് പാർലമെന്റിലെ അംഗമല്ല, പക്ഷേ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായ ഘടകമാണ് എന്ന് പറയപ്പെടുന്നു. അവിടെ ഒരു 2 മാർക്കിന്റെ ചോദ്യമല്ലേ? അവിടെ ഒരു വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഇട്ടാൽ അത് 2 മാർക്കിന്റെ ചോദ്യമായി. Listen carefully. This is mainly because the fact that the President of India perform legislative functions like summoning the session of Parliament, addressing the joint sitting and approving the bill passed by the Parliament. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ചുമതലകൾ സമ്മണിംഗ് ദി സെഷൻ. സംയുക്ത സമ്മേളനം, രാജ്യസഭയുടെയും ലോകസഭയുടെയും ഒന്നിച്ചുള്ള സമ്മേളനം നടക്കുക എന്ന് വെച്ചോ. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതും ആ സമ്മേളനത്തെ വിളിച്ചു കൂട്ടുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. മാത്രമല്ല ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും ആരാണ്? ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അതിൽ പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ ആവശ്യമാണ്. അപ്പൊ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. One of the very important topic that is functions of Indian Parliament. പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാം? അത് 2 രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വന്നേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what are the procedures of legislature? അതുമല്ലെങ്കിൽ how a bill becomes a law. ഒരു ബില്ല് എങ്ങനെയാണ് നിയമമാകുന്നത്? 2 രീതിയിൽ ചോദിച്ചാലും ഒരേ ഉത്തരമാണ് എഴുതേണ്ടത്. നോക്കാം. Legislation is the primary function of Indian Parliament. നിയമം നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല. To make the law,
the approval of both houses are needed. നിങ്ങൾക്കറിയാം ഏതൊക്കെയാ both houses? രാജ്യസഭ ആൻഡ് ലോകസഭ. ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും അംഗീകാരം വേണം. രാജ്യസഭ ആൻഡ് ലോകസഭ അസംബിൾ സെപ്പറേറ്റ്ലി ഫോർ ലെജിസ്ലേഷൻ. നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഒരു ബിൽ എന്ന് പറഞ്ഞാൽ? എ ലോ ഇൻ എ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. എ ലോ ഇൻ എ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് ബിൽ. നിയമത്തിന്റെ കരട് രൂപമാണ് ബിൽ എന്ന് പറയുന്നത്. An ordinary bill can introduce in either houses of parliament. ഒരു സാധാരണ ബില്ലാണെങ്കിൽ അത് ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. One flowchart is there in your textbook. Then how a bill becomes a law. In both the houses the bill passes through different stages. രണ്ട് സഭകളിലും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബില്ല് കടന്നു പോകുന്നത്. അതെങ്ങനെയാ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഏത് സഭയിലാണോ ബില്ല് അവതരിപ്പിക്കുന്നത് ആ സഭയെയാണ് ഫസ്റ്റ് ഹൗസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ the bill is introduced. ഒരു സഭാംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ ആദ്യമായി ആ സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയാണ് ഫസ്റ്റ് റീഡിംഗ്. സെക്കൻഡ് റീഡിംഗ്, ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ഈസ് ഐദർ പാസ്ഡ്, ചേഞ്ച്ഡ് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ. ഒരുപാട് ചർച്ചകൾ ആ സഭയിൽ നടക്കുന്നു. ഈ ബില്ലിനെ അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും അംഗീകരിക്കാം, എന്നാൽ ചിലത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഡിസ്കഷൻ ആണ് അവിടെ നടക്കുന്നത്. Then after that third reading, bill as a whole is passed or rejected. ഒരു പക്ഷേ എല്ലാ അംഗങ്ങളും തീരുമാനിക്കുകയാണ് ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു നിയമമാണ്, ഇങ്ങനെ ഒരു നിയമം വന്നേ പറ്റൂ. അപ്പൊ എല്ലാവരും അതിനെ അംഗീകരിച്ചു. അല്ലെങ്കിൽ കുറെ ആളുകൾ പറഞ്ഞു ഇത് കൊള്ളില്ല, ഇത് ആവശ്യമില്ല, അപ്പൊ അതിനെ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്തു. റീഡിംഗ് കഴിഞ്ഞതോടുകൂടി ഫസ്റ്റ് അസംബ്ലി അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് കൊടുക്കും? സെക്കൻഡ് ഹൗസിലേക്ക് കൊടുക്കും. അഗെയിൻ 3 പ്രോസസ്, ഇതേ 3 പ്രോസസ് അവിടെ നടക്കുകയാണ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്. രണ്ടാമത്തെ സഭയും ഈ ബില്ലിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ പാസിംഗ് ദ ബിൽ ഇൻ ഫസ്റ്റ് ഹൗസ്, it's sent to the second house along with the certificate of presiding officer. The bill passes once again through above mentioned 3 stages in the second house. After the bill is passed by both houses, it's sent into the president for his approval. On getting the approval of the president, the bill becomes a law. പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടി ഈ ബില്ല് ഒരു നിയമമായി മാറുകയാണ് ചെയ്യുന്നത്. If there is a difference of opinion between 2 houses, എന്താ ചെയ്യാ? ഈ രണ്ട് സഭകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ അവർ ഒന്നിച്ച് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. A joint sitting of both houses of the parliament is summoning and decision is taken. അപ്പൊ ആരാ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക? നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് അത് ചെയ്യേണ്ടത്. പക്ഷെ പ്രസിഡന്റ് അത് വിളിച്ചു കൂട്ടി അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിംഗ് നടത്തുന്നത് മറ്റൊരു വ്യക്തിയാണ്. നോക്കാം. It is the president who summoned the joint sitting of parliament, but it is presided by speaker of Lok Sabha. നന്നായിട്ട് അടിവരയിട്ട് പഠിച്ചോളാം. The joint sitting summoning by Indian president and presided by ലോക്സഭ സ്പീക്കർ. ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിൽ ആ മീറ്റിംഗിനെ തുടർന്ന് അങ്ങ് നടത്തിയത് ലോക്സഭ സ്പീക്കർ ആണ്. കഴിഞ്ഞ പരീക്ഷയുടെ 1 മാർക്കിന്റെ ചോദ്യമായിരുന്നു അത്. Some extra reading topics are there in your textbook. Please listen. ഫസ്റ്റ് വരുന്നത് സെഷൻസ് ഓഫ് പാർലമെന്റ്. എന്താണ് പാർലമെന്റിന്റെ സെഷൻസ് നോക്കാം. As per the constitution, there should not be an interval of more than 6 months between 2 sessions of parliament. Normally, the Parliament of India assembles 3 times a year. They are known as monsoon session, winter session and summer session. If needed, the Rajya Sabha assembles 4 times a year. 3 പ്രധാനപ്പെട്ട സെഷൻസിനെ പറ്റി പറഞ്ഞു. മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ ആൻഡ് സമ്മർ സെഷൻ. Next topic, that is question hour.
എന്താണ് ചോദ്യോത്തര വേള? നിങ്ങൾ ന്യൂസ് ചാനലൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടു കാണും ചോദ്യോത്തര വേളയെ പറ്റി. നോക്കാം. ഡെയിലി സെഷൻസ് ഓഫ് പാർലമെന്റ് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ അവർ. Every day the parliament meet at 11 in the morning and the initial hour is question hour. The daily session, പാർലമെന്റിന്റെ ഡെയിലി സെഷൻസ് ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടെയാണ്. എല്ലാ ദിവസവും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് രാവിലെ 11 മണിക്കാണ്. The members can ask questions relating to any administrative subject. The ministers in charge will give answer to them. Timetable of the state legislature are different from that of the parliament. എന്തെങ്കിലും ഭരണപരമായ കാര്യങ്ങളെ പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആരോട് ചോദിക്കാം? അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തലവനോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാൽ അതിനു മുൻപ് ചോദ്യം എഴുതി തയ്യാറാക്കി നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ചോദിക്കാൻ പറ്റൂ. The next 0 hour. At 12 noon, the question hour ends. The small interval after the question hour before commencing deliberations on the items on agenda is known as 0 hour. It is known as 0 hour because it is 12 o'clock. The House considers adjournment motion, calling attention motion, etc. during this time. 0 hour lasts for 5 to 15 minutes. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക, ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുക, ഇതെല്ലാം ചെയ്യുന്നതിനുള്ള സമയമാണ് 0 hour എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് മണി ബിൽ. The procedure of passing a money bill is different from that of an ordinary bill. ഒരു സാധാരണ ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ധനബില്ലിന്റെ അവതരണം. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. What is money bill? എന്താണ് ധനബിൽ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. Any bill relating to the collection of revenue or expenditure from the consolidated fund can be termed as money bill. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണവിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില്ല്. Our constitution states that a money bill can be introduced only in the ലോകസഭ. എന്താ നമ്മളുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്? ധനബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. After the bill is passed by the ലോകസഭ, it is sent to the രാജ്യസഭ with a certificate of speaker that the bill is a money bill. ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു, പാസ്സായി, എന്നിട്ട് അതിൽ സ്പീക്കർ ഇതൊരു മണി ബില്ലാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ സഭയായ രാജ്യസഭയിലേക്ക് അയക്കുന്നു. The Rajya Sabha must return the money bill along with their recommendation to the Loka Sabha within a period of 14 days. 4 ദിവസത്തിനുള്ളിൽ അവരുടെ നിർദ്ദേശങ്ങളുമായി രാജ്യസഭ നിർബന്ധമായിട്ടും ധനബില്ല് തിരിച്ച് ലോകസഭയിലേക്ക് അയക്കണം. The Loka Sabha can accept or reject the recommendations of the Rajya Sabha. രാജ്യസഭ കൊടുത്ത നിർദ്ദേശങ്ങൾ ഒന്നുകിൽ അവർക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം. Along with law making, our parliament perform a number of other functions. നിയമം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട മറ്റു ചുമതലകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. Is there in your textbook. Please observe. First, control over the executive. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്നതാണ് അർത്ഥം. Asking question, ചോദ്യങ്ങൾ ഉന്നയിക്കുക. Deliberating various bills and resolution, വ്യത്യസ്ത ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യാം. പാസിംഗ് ഓർ റിജക്റ്റിംഗ് ദി നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയത്തെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. ദെൻ രണ്ടാമത്തത് ഇലക്ട്രൽ ഫങ്ഷൻസ് ആണ്, തിരഞ്ഞെടുപ്പ് ചുമതലയാണ്. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം. Then after the constitutional amendment, timely amendment of the constitutional provisions, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായി മാറ്റം വരുത്തൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പറ്റിയും പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററുടെയും ചുമതലകൾ, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ചുമതലകൾ എന്നിവയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. Please subscribe Dhanya's Classroom. Thank you for watching my class, my dear students.